ഹായ് ഹലോ. അപ്പോൾ എന്തെല്ലാവരും വിശേഷ സുഖമല്ലേ? അപ്പോൾ നമുക്ക് വളരെ സുഖമായിട്ട് മാഷാഅല്ലാഹ് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഒരു 3 kg ബട്ടർ സ്കോച്ചാണ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു 2 kg ഒരു സ്ക്വയർ കേക്കും 1 kg ഒരു റൗണ്ട് കേക്കുമാണ് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ 1 kg ഞാൻ സെറ്റ് ചെയ്യുന്നത് 7 ഇഞ്ച് മോഡലാണ് കേട്ടോ. അപ്പം ഞാൻ 1 kg ചെയ്യുന്നത് ഒരു 3 എഗ്ഗ് വെച്ചിട്ടാണ് ബാറ്റർ തയ്യാറാക്കാറുള്ളത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു 1 kg വെയിറ്റ് കിട്ടാറുള്ളൂ കേട്ടോ. 1 kg എങ്കിൽ ഒരു 100 ആ ഒരു ഇതിലൊക്കെ 200-ൻ്റെ ഉള്ളിലായിട്ട് മാക്സിമം നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ എത്ര ഫില്ലിങ്സ് ചേർത്ത് കഴിഞ്ഞാലും ആ ഒരു ഒരുപാട് നഷ്ടമില്ലാതെ നമുക്ക് കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് പ്രലൈനും പിന്നെ കാരമൽ സോസും പിന്നെ കുറച്ച് ഇതാണ് കേട്ടോ മിൽക്ക് മെയ്ഡും കൂടെയാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ടർക്കിഷ് ബ്ലൂവും പിന്നെ യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിന് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫോക്സ് ബോൾസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കാറും ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് 2 ക്ലൗഡ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഞാൻ ഫോണ്ടൻറ്റിൽ തയ്യാറാക്കി, ഒന്നൊരു സ്റ്റിക്കർ വർക്കായിട്ട് ബാക്കിൽ ഫോണ്ടൻറ്റ് വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു സിമ്പിൾ കേക്ക് ഡിസൈനാണ് വന്നിട്ടുള്ളത്. കേക്കിൽ 4 എന്നുള്ള നമ്പർ കൊടുത്തിട്ടുള്ളത് ഫോണ്ടൻറ്റിലാണ്. അതൊക്കെ ഫോണ്ടൻറ്റിലാണ് ചെയ്തിട്ടുള്ളത്. നെയിമും ഫോണ്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വൈറ്റ് ഷുഗർ ബോൾസും കൂടെ ഇട്ടിട്ട് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കേക്ക് ഇഷ്ടമായി. ഏത് കേക്കാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും ഒന്ന് മാർക്ക് ചെയ്ത് കേട്ടോ. അപ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുള്ളത് 2 kg ഒരു സ്ക്വയർ കേക്കാണ്. അപ്പോൾ അത് സിമ്പിൾ ഡിസൈനാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് 2 kg മോൾഡ് ഇല്ലാത്തത് കാരണം ഞാൻ 8 ഇഞ്ച് മോൾഡിൽ തന്നെ 2 മോൾഡിലായിട്ട് ബേക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ കേക്ക്. അതിനുശേഷം ബേസ് അനുസരിച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്തിട്ട് വെക്കുന്നത്. അങ്ങനെ 3 ലെയറായിട്ട് തന്നെയാണ് കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബേസ് സ്പോഞ്ച് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കാരമൽ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഫില്ലിങ്സായിട്ട് പീനട്ടാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നെയും കാരമൽ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് നമ്മൾ കുറച്ച് സമയം തണുക്കാനായിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ട്. കേക്കിൻ്റെ ബേക്കിംഗ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മറ്റേ കേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടോ. പിന്നെ അതിന് ശേഷം ഞാനത് ഡെലിവറി ചെയ്തു. അതിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടാമതായിട്ട് പിന്നെ ഫൈനൽ കോട്ട് ചെയ്തിട്ട് കേക്ക് ഞാൻ സ്ക്രാപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൈഡ് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഓയിൽ ബ്രഷ് വെച്ചിട്ട് തന്നെ മുകൾ ഭാഗം ഓയിൽ ബ്രഷിൻ്റെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ റോസറ്റ് ഫ്ലവറും വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് ചോക്ലേറ്റിൽ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ സൈഡിലൂടെ ഡ്രിപ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അടിഭാഗത്തും ഞാൻ സെയിം നോസിൽ വെച്ചിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് സിമ്പിളായിട്ട് ബട്ടർഫ്ലൈയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെച്ചിട്ട് അങ്ങനെ ഈ കേക്കിൻ്റെ ലുക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് കേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യണേ.